ഹലോ, ചിഞ്ചസ് എഫ് എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ കല്യാണ വീട്ടിലേക്ക് എത്തിയ വേദയുടെ വീട്ടുകാരെ സ്വീകരിക്കുന്ന ശ്രീജയെയും കമലയെയും ആണ്. കൂടെ നന്ദിനി ഉണ്ടായിരുന്നു. അവരെ കണ്ടതും സുധാകരൻ ശങ്കരനാരായണനെ അന്വേഷിക്കുന്നുണ്ട്. അത് കേട്ടതും ദീപ്തി പറയാ അച്ഛൻ കോടതിയിലെ ഒരു ആവശ്യത്തിന് പോയതാണെന്ന്. അത് സുധാകരന് ഒട്ടും വിശ്വസിച്ചിട്ടുമില്ല. അങ്ങനെ അവർ വേദയെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോഴാണ് നന്ദിനി ദീപ്തിയെ വിളിച്ച് അടുത്തിരുത്തി ശങ്കരനാരായണനെ അന്വേഷിക്കുന്നത്. ദീപ്തിയുടെ വായിൽ നിന്നും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയായിരുന്നു നന്ദിനി കാത്തിരുന്നത്. എന്നാൽ ദീപ്തി വേദയുടെ നല്ല കാര്യങ്ങൾ പറയാണ്. നന്ദിനി പറയാ ഈ കല്യാണം നടക്കില്ല എന്നും എല്ലാം കണ്ടറിയാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് കല്യാണവേഷത്തിൽ അണിഞ്ഞൊരുങ്ങുന്ന വേദയാണ്. അപ്പോഴാണ് അവിടേക്ക് വേദയുടെ അച്ഛമ്മയും അമ്മയും വരുന്നത്. വേദ അച്ഛനെ അന്വേഷിക്കുന്നുണ്ട്. ഒരുങ്ങിയിറങ്ങിയ നിന്റെ അച്ഛനെ ശ്രീകാന്ത് തടഞ്ഞതാണെന്ന് പറയാണ് അച്ഛമ്മ. പിന്നീട് കാണിക്കുന്നത് ഒരുങ്ങി കല്യാണവേഷത്തിൽ പന്തലിലേക്ക് വരുന്ന വേദയെയും വിക്രമിനെയുമാണ്. അങ്ങനെ അവർ ഒരുമിച്ച് കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുകയാണ്. പിന്നീട് പൂജാരി പറയുന്നുണ്ട് താലിമാല ഊരി തരണമെന്നും അത് മാലയിൽ കോർക്കണമെന്നും. അങ്ങനെ വിക്രം അത് ഊരി പൂജാരിയെ ഏൽപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസനും പുള്ളിക്കയും സംസാരിക്കുന്നതാണ്. വിക്രമിനെ കുറിച്ചായിരുന്നു അവർ സംസാരിച്ചത്. അങ്ങനെ ശ്രീനിവാസൻ ശങ്കരനാരായണനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മകനും മകന്റെ അമ്മായി അച്ഛനും കൂടെ വിക്രമിനെ കൊലപ്പെടുത്താൻ നോക്കിയെന്നും ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതുപോലെ തിരിച്ചടി ഉണ്ടാകുമെന്നും പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ കോള് കട്ടാക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് വരുന്ന ശങ്കരനാരായണൻ കോണിപ്പടിയിൽ നിന്നും താഴെ വീഴുന്നതാണ്. അത് കണ്ടതും ശ്രീകാന്ത് ഓടി വരുന്നുണ്ട്. അതേസമയം അവിടെ താലി കെട്ടാനുള്ള സമയം അടുത്തു. അപ്പോഴാണ് അവിടേക്ക് ശ്രീകാന്ത് ദീപ്തിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അതോടുകൂടി ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.